ഇന്ന് കടക്ക തിരുവാതിരയിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. എന്റെ അമ്മയുടെ സ്ഥലം കടക്കലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും തിരുവാതിരയ്ക്ക് പോവാറുണ്ട്. പക്ഷെ ഈ വർഷം എനിക്ക് ഒരു ദിവസം പോലും പോവാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് ദിവസം തന്നെ പോവാന്ന് വിചാരിച്ചു. ഇന്ന് അമ്പലത്തിൽ ഡൂഡിമോക്ക് താലപ്പൊലി എടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഒരുക്കാനുള്ള മേക്കപ്പ് ഐറ്റങ്ങളൊക്കെ പൊക്കിക്കൊണ്ടായിരുന്നു പോയത്. ഇവനാണ് മൃദുൽ. ഇവനും ഞാനും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. ഇവ എപ്പ എന്നെ കാണാൻ വന്നാലും ലേസ് വാങ്ങിക്കൊണ്ടുപോയി. പാവം കൊച്ചു. ഇന്നാ ലേസ് തിന്നാൻ ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കൊച്ചച്ഛന്റെ വീട്ടിലായിരുന്നു. ഡൂഡി പിന്നെ ഇവിടെ വന്നപ്പോ ഒരുപാട് പേരെ കളിക്കാൻ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിലല്ല, അമ്പലപ്പറമ്പ് കാണാൻ പോയി. ഡൂഡിയും ചേച്ചിയും കൂടി ഇതിന്റെ അകത്തൊക്കെ കയറി. എനിക്കാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ കയറാൻ പറ്റൂലായിരുന്നു. ഞാൻ അമ്പലത്തിൽ കയറാന്നൊക്കെ പറഞ്ഞ് എല്ലാം പറക്കി കെട്ടിക്കൊണ്ടാണ് വന്നത്. ഇനിയിപ്പൊ നമുക്ക് അടുത്ത വർഷം ഇനിയിപ്പൊ പെട്ടെന്ന് തിരിച്ചു പോയിട്ട് വേണം ഡൂഡിമോളെ റെഡിയാക്കാൻ. ഡൂഡിമോക്കാണെങ്കിൽ ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ അമ്മയ്ക്കാണെങ്കിൽ ഒരുക്കുന്നത് അതിന്റെയും ഇഷ്ടം. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടോണ്ട് വെറുതെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അടുത്തോട്ട് ചെന്നാലും ഇന്ന് തന്നെ ആരും അടുപ്പിക്കൂല. കൈ ഡൂഡിയെ കാണും തോറും പോപ്പോന്നാണ് പറയുന്നത്. ഒരു 9:30 ആയപ്പോഴാണ് താലപ്പൊലിക്ക് ഒരുക്കിക്കൊണ്ട് പോയത്. ഇതൊക്കെ അങ്ങ് അകത്തുള്ള ദൃശ്യങ്ങളാ, ഞാൻ പകർത്തിയതല്ല. ഞാനാണെങ്കിൽ പൊന്നൂനെയും തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. എത്ര തവണ നടന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അവസാനം എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. കട കണ്ടപ്പോ അവർക്ക് വിശന്ന്, അപ്പൊ എനിക്കും വിശന്നു. അങ്ങനെ നമ്മൾ പോയി ദോശ, ചമ്മന്തി, മുട്ട. ചമ്മന്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംഗാ നദീനെ കടത്തി വെട്ടും, അത്രയ്ക്ക് വെള്ളം. പിന്നെ നമ്മൾ അമ്പലപ്പറമ്പിൽ വന്നിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടന്നു. നോക്ക മാത്രമല്ല, ഇപ്പൊ വാങ്ങിക്കോ എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയും ചെയ്തു. ഇത് പിന്നെ മസ്റ്റ് ആണല്ലോ, അലുവ കടയിൽ ചെന്ന് ടേസ്റ്റ് ചെയ്യാം. നടന്ന് തളർന്ന അവസാനം നമ്മൾ ഇരുന്നെടുത്തായിരുന്നു കമ്പം, അല്ലാതെ നമ്മൾ കമ്പമുള്ളടത്ത് പോയി ഇരുന്നതല്ല കൈ. പിന്നെ നമ്മൾ കുറച്ചു നേരം എല്ലാവരും അവിടെയൊക്കെ പോയിരുന്നു. അപ്പൊ തന്നെ ഏകദേശം 1-2 മണിയായി. അങ്ങനെ നമ്മൾ പയ്യെ വീട്ടിലോട്ട് പോയി. ഈ വർഷത്തെ കടക്ക തിരുവാതിര അവസാനിച്ചു. അപ്പൊ ഓക്കെ.